കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും എൻ്റെ ഈ എളിയ എപ്പിസോഡിലേക്ക് ഏഷ്യ ലൈവ് ടി വിയിലേക്ക് നിസ്സയമായ സ്വാഗതം. വൈ എന്ന അക്ഷരം വളരെ മനോഹരമായിട്ടുള്ള ഒരക്ഷരമാണ്. എഴുതാനും ഒക്കെ നല്ല രസമുള്ള അക്ഷരമാണ് വൈ, അല്ലേ? എഴുതാനൊക്കെ നല്ല സൂപ്പർ അക്ഷരമാണ്. കലാകാരന്മാരും ഈ റൈറ്റേഴ്സും ഒക്കെ ഇങ്ങനെ എഴുതുന്നതാണ്. യായൊക്കെ എഴുതുന്നത് കണ്ടിട്ട് നല്ല രസമുള്ള ഒരക്ഷരമാണ്. വൈ എന്നുള്ള അക്ഷരത്തോട് കൂടിയ ആൾക്കാർ കൂടുതൽ രസപ്രധാനമായിട്ടുള്ള ആൾക്കാരായിരിക്കും. വളരെയധികം കോമഡികളും കാര്യങ്ങളൊക്കെ നിപ്പിൽ തമാശകളും ഒക്കെ പറയുന്ന ആൾക്കാരാണ് വൈ എന്ന അക്ഷരത്തോട് കൂടിയ ആൾക്കാർ. ഉള്ളിൽ ഒരുപാട് ദുഃഖങ്ങൾ ഒതുക്കി വച്ചിട്ട് മറ്റുള്ളവരുമായിട്ട് സഹകരിച്ചു പോന്ന ഒരു അക്ഷരത്തിൽപ്പെട്ട ആൾക്കാരോടാണ് വൈ എന്ന് പറയുന്ന ആൾക്കാർ. അവരുടെ ഒരു 23-29 വയസ്സ് വരെ അത്യന്തം കഠിന പ്രയത്നിച്ചായിരിക്കും അവർ ജീവിതമാർഗം കണ്ടെത്തുകയും ജീവിതം കണ്ടെത്തുകയും ഒറ്റപ്പെടുന്നതായിട്ടുള്ള ഒരു സ്വഭാവത്തോടു കൂടിയ ഒരക്ഷരമാണ് വൈ. എല്ലാവരും ഒറ്റപ്പെടുത്തും. കുടുംബ സംബന്ധമായിട്ടാണേലും സമൂഹ സംബന്ധമായിട്ടാണേലും തൊഴിൽ സംബന്ധമായിട്ടാണേലും ജോലി സംബന്ധമായിട്ടാണേലും ഇനി ഈവൻ സർക്കാരിൻ്റെ ജോലിയാണേലും ഏത് പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണേലും ഒരു വട്ടമെങ്കിലും അവരെ പ്രാധാന്യമർഹിക്കുന്നതായിട്ടുള്ള വിഷയത്തിൽ ഒറ്റപ്പെടുത്തുന്നതായിട്ടുള്ള പേരോടുകൂടി ഒരു അക്ഷരമാണ് വൈ എന്ന് പറയുന്നത്. വളരെയധികം ഈശ്വരാധീനം ഏറ്റെടുക്കേണ്ട ആൾക്കാരും കൂടാണ്. പിന്നെ ഇവരുടെ ഏറ്റവും വലിയൊരു സ്വഭാവം എന്ന് വെച്ചാൽ എന്തുണ്ടെങ്കിലും പെട്ടെന്ന് പൊടുന്നനെ അവർ പറഞ്ഞ് തീർക്കുന്നതായിട്ടുള്ളൊരവസ്ഥാന്തരം കാണുന്നുണ്ട്. അതുപോലെ ദേവാലയ ദർശനം, ദേവാലയത്തോട് കൂടുതൽ കൂറ് കാണിക്കുക, ദേവാലയത്തിൻ്റെ കമ്മിറ്റിയിലൊക്കെ വരിക, ദേവാലയത്തിലെ കാര്യങ്ങളും ഗൗരവങ്ങളൊക്കെ നോക്കി നടത്തുക, അതിൻ്റെ ഭരണ ചുമതല ഏറ്റെടുക്കുക, ദേവാലയത്തിൻ്റെയോ ഒക്കെ ആയിട്ടുള്ള മുതലുകൾ കൈവശം സൂക്ഷിക്കുക, അത് അർഹിക്കുന്ന സമയത്ത് അത് കൊടുക്കുക. ഇതൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ഒരു അവസ്ഥയുള്ള ഒരു അക്ഷരം കൂടിയാണ് വൈ എന്ന് പറയുന്നത്. ഒരുപാട് കലാകാരന്മാരൊക്കെ ഉള്ളതാണ്. കലാവാസന, ഒരു പാട്ട് കേട്ടാലും അത് ആസ്വദിക്കാൻ കഴിയും. എന്തിനും ഒരു ആസ്വാദന ശക്തി വേണം, അല്ലേ? അതൊരു ആസ്വദിക്കണം. ഒരു ആഹാരം കഴിച്ചാലും അത് ആസ്വദിക്കണം, അല്ലേ? നമ്മളൊക്കെ എന്തിനാണ് ആഹാരം കഴിക്കുന്നത്? ജീവിക്കാൻ വേണ്ടിയാണ്, അല്ലേ? കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നവരും ജീവിക്കാൻ വേണ്ടി കഴിക്കുന്നവരുമുണ്ട്. അപ്പോൾ ആഹാരം കഴിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ പരിപ്പൊഴിച്ച് പപ്പടം നെയ്യ് ഇതൊക്കെ ഒഴിച്ച് വൃത്തിയാക്കി കഴിച്ച് ഓരോരോ കൂട്ടാൻ ഓരോരോ സന്ദർഭങ്ങളിലെടുത്ത് അത് കഴിഞ്ഞ് സാമ്പാർ വയറിന് ശുദ്ധമാക്കി നമ്മുടെ ശരീരത്തിനെ ശുദ്ധമാക്കാനൊക്കെയാണ് സദ്യ എന്നൊക്കെ പറയാം. അത് ആസ്വദിച്ച് കഴിക്കണം ആഹാരം. ചില ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് സദ്യക്കൊക്കെ ഇരുന്നിട്ട് വലിയ ഗമയിൽ കഴിക്കുന്നുണ്ട്. സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്വദിച്ച് കഴിക്കുക എന്നുള്ള, അവിടെ ഗമയൊന്നും കാണിച്ചിട്ട് വലിയ ആഹാരത്തിൻ്റെ മുമ്പിൽ ഒരു ഗമ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. സത്യമല്ലേ ഞാൻ പറഞ്ഞേ? ആരെ കാണിക്കുന്നത് ഈ ഗമ? ഞാൻ ഒരു വട്ടം ഒരു കല്യാണത്തിന് പോയപ്പോൾ ആരെങ്കിലും ആയിക്കോട്ടെ, സ്ത്രീ ആണെങ്കിലും പുരുഷനായിക്കോട്ടെ, ഞാൻ കഴിക്കുന്ന കണ്ട ഒരു പ്രത്യേക രീതിയിലൊക്കെ എടുത്ത് ചുണ്ടത്തൊന്നും തൊട. ഇതൊക്കെ എന്ന് വെച്ചാൽ ആഹാരത്തിന് മുമ്പിൽ ഒരു വിരളിയോ അല്ലെങ്കിൽ ഒരു മോശമോ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ആഹാരം, അന്നദാനം, അന്നം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ആ അന്നത്തിന് വേണ്ടി ഒരു ചാൺ വയറിന് വേണ്ടിയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ആ അന്നത്തിനിടയ്ക്ക് ഒരു കുചേലനെന്നോ ഒരു കുബേരനെന്നോ ഒരു ആഠ്യതയും കാണിക്കേണ്ട ഒരു കാര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ കാണുമായിരിക്കും. പിന്നെ വലിച്ചു വാരി തിന്നുന്നതല്ല ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. കാര്യം ഒരു മാന്യത വേണം. പക്ഷേ ആ മാന്യത ഒരുപാട് സ്റ്റൈലാക്കരുത്. പല ആൾക്കാർ സ്റ്റൈലിൽ കഴിക്കുന്നുണ്ട്. അങ്ങനൊന്നും അല്ല ആഹാരം കഴിക്കുക. ആഹാരം കഴിക്കേണ്ട പഴയ കാലത്തുള്ള ആൾക്കാരൊക്കെ കഴിക്കുന്നതൊന്നും കാണും. ചിട്ടവട്ടം അനുസരിച്ച് അവർ കഴിക്കും. അറിയാമോ? അവരുടെ ഇല കണ്ടാൽ അറിയാം, അവരുടെ സ്വഭാവം അറിയാം. അവർ കഴിക്കുന്ന കണ്ടാൽ അറിയാം അവരുടെ സ്വഭാവം. ചില ആളുടെ ഹാൻഡ് റൈറ്റിംഗ്, ആ കൈയക്ഷരം കണ്ടാൽ അറിയാം അവരുടെ സ്വഭാവം.
ചിലരുടെ സംസാര രീതി കേട്ട് കഴിഞ്ഞാൽ അറിയാം. ഇതൊക്കെ നമുക്ക് നിമിത്തങ്ങളും ഓരോ ചേഷ്ടാഭാവ വിലോകനങ്ങളും ഒക്കെയാണ്. അതൊക്കെ കാണുമ്പോഴേ നമുക്കറിയാം ഇന്ന ആൾ ഇന്നൊരു സ്വഭാവത്തോടു കൂടിയ ആൾ, എന്നൊരു അവസ്ഥാന്തരത്തിലുള്ള ആൾക്കാരാണ് ഈ വൈ എന്ന് പറയുന്നത്. എല്ലാത്തിനും ഒരു ആസ്വാദ്യതയുള്ളതാണ്. എല്ലാത്തിനും ആസ്വദിക്കുക. പാട്ട്, നൃത്തം, കല, ഇതിനൊക്കെ ആസ്വദിക്കുന്ന നന്മകൾ ഉണ്ടാക്കിയെടുക്കുന്നതുമായിട്ടുള്ള ഒരു അവസ്ഥാന്തരത്തിലുള്ള ഒരു അക്ഷരമാണ് വൈ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിശ്ചയവുമായ നന്ദിയും കടപ്പാടും. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.